ഹലോ എവരിവൺ, വെൽക്കം ടു കേസ് സ്റ്റഡി സീരീസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്തൊരു കേസ് സ്റ്റഡിയാണ്. സോ ടൈം വൈകിക്കേണ്ട, ഐ റീഡ് ഔട്ട് ദ കേസ് സ്റ്റഡി. സോ ഇത് കുറച്ച് ലോങ് കേസ് സ്റ്റഡിയാണ്. സോ ഞാൻ എൻ്റെ ക്രക്സ് ഞങ്ങൾക്ക് പറയാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ 2 മിനിറ്റ് പോസ് ചെയ്യാം. നിങ്ങൾ 2 മിനിറ്റ് പോസ് ചെയ്യണം, ദെൻ നിങ്ങൾ ഈ പേജ് വായിക്കണം. ഓക്കെ, ഓക്കെ, ഐ ഹോപ്പ് യു റെഡ് ഇറ്റ്. മറിയം കേസ് സ്റ്റഡി വായിക്കാണ്. മറിയം അതായത് ഒരു ടാലന്റഡ് എഞ്ചിനീയറിംഗ് ആണ്. റീസെന്റ് XYZ കോർപ്പറേറ്റ് കമ്പനിയിൽ എന്ത് ചെയ്തു, ഇത് വെൽ നോൺ ആണ്, പേസ്റ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. വെൽ നോൺ മാനുഫാക്ചറിങ് കമ്പനിയിൽ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീഡോമിനൻ്റ്ലി മെയിൽ വർക്ക് ഫോഴ്സ് ആണ് അവിടെ ഉള്ളത്. ഇത് കൂടാതെ തന്നെ മറിയത്തിന് ഗുഡ് ഓഫറാണ്, ഗുഡ് സാലറിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മറിയത്തിന്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ഇനീഷ്യൽ റോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പോകെ മറിയത്തിന് എന്ത് പറ്റി, എന്തൂസിയാസം കുറഞ്ഞു വന്നു. കാരണം സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ഒരു മാറ്റർ ആയിട്ട് വന്നു. സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, ഹരാസ്മെന്റ്, ഇൻഅപ്രോപ്രിയേറ്റ് കമന്റുകൾ തൊട്ട് അൺവാണ്ടഡ് അഡ്വൈസ്, സജസ്റ്റീവ് മെസ്സേജസ് വരെയായി. ഓക്കെ, സോ എക്സൈറ്റിംഗ് റോൾ ആയിരുന്നു, എക്സൈറ്റിംഗ് സാലറി പാക്കേജ് ആയിരുന്നു. പക്ഷെ എന്താണ്, സെക്ഷൽ ഹരാസ്മെന്റ് വർക്ക് പ്ലേസ് പല രീതിയിൽ. ദെൻ മറിയം ഒക്കേഷണലി അതെന്ത് ചെയ്യും, സൂപ്പർവൈസേഴ്സിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബട്ട് അവരത് എന്ത് ചെയ്തില്ല, കൺസേൺ ആക്കി എടുത്തില്ല. പകരം അവരെന്ത് പറഞ്ഞു, ഇതൊരു ഹാംലെസ് ജോക്കും പാർട്ട് ഓഫ് വർക്ക് പ്ലേസ് കൾച്ചർ എന്ന് പറയുന്നു. സീം, അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു ഹാംലെസ് ജോക്കും വർക്ക് പ്ലേസ് കൾച്ചർ എന്ന് പറയുന്നു. ഇവഞ്ച്വലി ഹരാസ്മെന്റ് കണ്ടിന്യൂ ചെയ്തു. മറിയം ജോബ് എന്ത് ചെയ്തു, പെർഫോമൻസ് സഫർ ചെയ്യാൻ തുടങ്ങി. ആസ് യു നോ, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, മറിയം ഹെർസെൽഫ് കോൺസ്റ്റന്റ്ലി സ്ട്രെസ്ഡ് ആൻഡ് അണേബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ വർക്ക്. അതുമൂലം തന്നെ അൺകംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ടോക്സിക് വർക്ക് കൾച്ചർ എന്ത് ചെയ്തു, മറിയത്തിന്റെ മെന്റൽ ഹെൽത്തിനെ വരെ ബാധിക്കാൻ തുടങ്ങി. ഇതാണ് ഈ പേജിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, കേസ് സ്റ്റഡി തീർന്നിട്ടില്ല. 2 മിനിറ്റ് തരാം, വായിക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾ വായിച്ചെന്ന് വിചാരിക്കുന്നു. സോ കരൺ എന്ന് പറയുന്നത് മറിയത്തിന്റെ ഒപ്പം ജോയിൻ ചെയ്ത ഒരു വർക്ക് കൊലീഗാണ്. ആസ് ദ സെയിം ടൈം നോട്ടീസ് ദ ചേഞ്ചസ് ഇൻ ഹെർ ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഓഫ് ദ കോവർക്കേഴ്സ്. ഇതെല്ലാം ആര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കരൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സോ കരൺ എന്ത് ചെയ്തു, കരൺ ഈ കാര്യങ്ങളെ പറ്റി അറിയായിരുന്നു, ഇതിനെപ്പറ്റി ഡിസ്കസും ചെയ്തിട്ടുണ്ട്. സോ കരൺ എന്ത് ഉറപ്പില്ലായിരുന്നു, ഇതെങ്ങനെ കൺസേൺ ചെയ്യണമെന്നും ഇതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അറിയില്ലായിരുന്നു. എങ്ങനെ മറിയത്തിന്റെ സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആവാതെ. സോ കരൺ എന്നത് കോവർക്കേഴ്സ് ആണ്, കാര്യങ്ങൾ അറിയാം, പക്ഷെ ഇതെങ്ങനെ ഇന്റർഫെയർ ചെയ്യണമെന്ന് അറിയില്ല. കാരണം മറിയത്തിന്റെ അവസ്ഥയും വേഴ്സ്റ്റ് ആവാൻ പാടില്ല. വൺ ഡേ മറിയത്തിന് വളരെ ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടി. ഇത് ടീം മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന്. അതെന്ത് ചെയ്തു, മറിയത്തിന് വളരെയധികം ഹേർട്ടും ആക്കി, വളരെ നേരം കരയാനും സിറ്റുവേഷൻ ഒരുക്കി. ഇത് ആര് കാണുന്നുണ്ടായിരുന്നു, കരൺ കാണുന്നുണ്ടായിരുന്നു. ഈ എന്ത് സിറ്റുവേഷനാ വന്നതെന്നും എന്തുകൊണ്ടൊക്കെയാണ് മറിയം കരഞ്ഞെന്നെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കരണിന് ഒരു കാര്യം മനസ്സിലായി. എന്ത്, ആഫ്റ്റർ ഹിയറിംഗ് ദ ഫുൾ എക്സ്റ്റെന്റ് ഓഫ് ദി ഹരാസ്മെന്റ് ഓഫ് ഷി ഹാഡ് എ എൻഡ്യൂസിംഗ്, കരൺ സജസ്റ്റ് ഷി ഫയൽ എ കംപ്ലൈന്റ് അണ്ടർ പോഷ് മീൻ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട്. അതായത് കരൺ പറയുകയാണ് മറിയത്തിനോട്, ഇത്രയും ഒഫൻസീവ് ആയിട്ട് മെസ്സേജ് വന്ന പിന്നെ പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കംപ്ലൈന്റ് റേസ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഹി എക്സ്പ്ലെയിൻ ദ ആക്ട് വാസ് ഡിസൈൻ ടു, അതായത് കരൺ ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പോഷ് ആക്ടിനെ പറ്റി. സോ നമുക്ക് പോഷ് ആക്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹവർ മറിയം എന്ത് ചെയ്തു, ഇത് കേസ് ഫയൽ ചെയ്യാൻ മടിച്ചു. കാരണം ഒന്ന്, ജോബ് ലോസ് കാരണം. നെക്സ്റ്റ്, കംപ്ലൈന്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോബ് നഷ്ടപ്പെടുന്നതിലൂടെ അവൾക്ക് അവളുടെ ഫാമിലിനെയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റാതെ വരും. ഇത് കൂടാതെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ട്രബിൾ മേക്കർ എന്നൊരു ലേബലും കിട്ടും. ട്രബിൾ മേക്കർ ആൻഡ് worried that might affect her future career prospect. കൂടാതെ ഫ്യൂച്ചറിനെ ബാധിക്കും. പോഷ് ആക്ടിന്റെ അടിയിൽ വേണമെങ്കിൽ മറിയത്തിന് കംപ്ലൈന്റ് റേസ് ചെയ്യാം. കാരണം അത് വിശദീകരിച്ച് കൊടുത്തതാണ്. പക്ഷെ മറിയം എന്ത് ചെയ്തു, സ്വന്തം ഫ്യൂച്ചർ പ്രോസ്പെക്റ്റും ട്രബിൾ മേക്കർ ആവാതിരിക്കാനും നെക്സ്റ്റ് ജോബ് ലോസിന്റെ ഫിയർ കാരണം ചെയ്തില്ല. ലാസ്റ്റ് പേജ് ആണ്, സെയിം വായിച്ചിട്ട് മാത്രം എന്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. വായിച്ചു എന്ന് വിചാരിക്കുന്നു. സോ കരൺ aware that പോഷ് ആക്ട് പെർമിറ്റഡ് lodging the complaint on behalf of the aggrieved person. കരൺ ഒരു കാര്യം അറിയായിരുന്നു, അഗ്രീവ്ഡ് പേഴ്സൺ ബിഹാഫ് ഓഫ് ആയിട്ട് തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യും, കംപ്ലൈന്റ് റേസ് ചെയ്യാൻ പറ്റും.
He considered reporting the incident himself, believing that toxic work culture environment need to be addressed for the sake of Mariam and female employees. ഒരു ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി കരൺ അറിയായിരുന്നു ഇത് കംപ്ലൈന്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്തേ നടക്കുള്ളൂ. However, he worry, sorry, കോപ്പി പേസ്റ്റിന്റെ പ്രശ്നമാണിത്, ടെക്സ്റ്റ്. He worry about the impact this may have Mariam, especially give her reluctance to come forward. Adding to the complexity of the situation, Karan recently overheard a conversation suggesting that XYZ, that company is planning to major expansion, which could lead to a promotion and new opportunities for the employees. ഒന്നുമില്ല, കരൺ സിറ്റുവേഷനെ പറ്റി വളരെ worried ആയിരുന്നു. പക്ഷെ റീസെന്റ് എന്ത് ചെയ്തു, ഒരു ന്യൂസ് ഉണ്ട്, നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. കമ്പനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പർച്യൂണിറ്റീസ് കൂടും, പ്രൊമോഷനും കൂടും. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു കംപ്ലൈന്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ മറിയത്തിന്റെ ജോബിനും ത്രെട്ടാണ്, അതുകൂടാതെ തന്നെ കരമിന്റെ ജോബിനും ത്രെട്ടാണ്. സോ ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ ഇവർ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യും? എഗെയിൻ റിപ്പീറ്റിംഗ്, ഇത്രയാണ് കേസ് സ്റ്റഡി. ഓക്കെ, ഇത്രയുള്ള കേസ് സ്റ്റഡി, ഒരു കാര്യം പറഞ്ഞ് നിർത്തി. ഇനി ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. എന്താണ് ഫസ്റ്റ്? ഡിസ്കസ് ദ എത്തിക്കൽ ഡയലമ. ഐ ഹോപ്പ് യു ഗോട്ട് ക്ലിയർ. എത്തിക്കൽ ഡയലമ, എത്തിക്കൽ ഇഷ്യൂ അല്ല, എത്തിക്കൽ ഡയലമ. കരണ്ട് ഫേസ് ഇൻ ദ ഡിസൈഡിങ് വെദർ ടു റിപ്പോർട്ടിംഗ് ദ ഇൻസിഡന്റ് അഗൈൻസ്റ്റ് മറിയം വർക്ക് വിഷസ്. എന്തൊക്കെ എത്തിക്കൽ ഡയലമയാണ് കരണ്ട് ഫേസ് ചെയ്യുന്നത്? ഈ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ. സോ എത്തിക്കൽ ഡയലമ നിങ്ങൾക്കറിയാം എന്താണ് എത്തിക്കൽ ഡയലമ? 2 വാലിഡ് പോയിന്റ്സ് ആണ്. റൈറ്റ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് റൈറ്റ് ആൻഡ് റോങ്, ഇറ്റ്സ് അബൌട്ട് 2 വാലിഡ് പോയിന്റ്, 2 മോറലി വാലിഡ് ഓപ്ഷൻ. സോ അതാണ് എത്തിക്കൽ ഡയലമ. അത് വെച്ചിട്ട് വേണം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ, സോറി ആൻസർ എഴുതാൻ. ബി, ഇവാലുവേറ്റ് ദ ഓപ്ഷൻ അവൈലബിൾ ടു കറന്റ് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത്? വിച്ച് ഓഫ് ദ ഓപ്ഷൻ ഷുഡ് ബി ചൂസ് ആൻഡ് വൈ? നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ എടുക്കും? 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് ബെസ്റ്റ് നിങ്ങൾ എടുക്കുക? വൈ നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ടി വരും. വാട്ട് റെസ്പോൺസിബിലിറ്റി ടു ഓർഗനൈസേഷൻ ലൈക്ക് ദിസ് പെർട്ടിക്കുലർ കമ്പനി ഹാവ് ടു പ്രിവെന്റ് ആൻഡ് അഡ്രസ്സിംഗ് ദ സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് ക്രിയേറ്റിംഗ് ദ ഇൻക്ലൂസീവ് വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്? എന്തൊക്കെ ഫർദർ ആക്ഷൻസ് എടുക്കാം ഒരു ഇൻക്ലൂസീവ് ഇക്വാലിറ്റി വർക്ക് പ്ലേസ് എൻഷുർ ചെയ്യാൻ ഈ ഓർഗനൈസേഷൻ? ഇതൊരു GS ലെവൽ ആൻസർ നിങ്ങൾക്ക് എഴുതാം. GS ലെവൽ മീൻസ് എത്തിക്കൽ പെർസ്പെക്റ്റീവിൽ എഴുതാം. ഇത് രണ്ടും പ്യോർ എത്തിക്സ് ആണ്. സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസറിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങളുടെ ആൻസർ മുമ്പിലെടുത്ത് വെക്കുക, എഴുതിയിട്ട് തെറ്റാണെങ്കിലും എഴുതിയിട്ട് വെക്കുക, എന്നിട്ട് ഇത് കമ്പയർ ചെയ്യാം. ഫസ്റ്റ്, ആസ് യു നോ ഇൻട്രൊഡക്ഷൻ, നമുക്ക് കേസ് സ്റ്റഡി മനസ്സിലായെന്ന് എക്സാമിനറിനെ ധരിപ്പിക്കണം. ഓക്കെ, പോഷ് ആക്ട് വാസ് എനാക്റ്റഡ് in 2013 to prevent such kind of sexual harassment as shown in the case study, but retaliation fear and job loss fear have rendered its effective implementation as described. നമ്മൾ ആ കേസ് സ്റ്റഡിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പോഷ് ആക്ട് അതിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു വെച്ചു. കേസ് സ്റ്റഡി മനസ്സിലായെന്ന് ഇതിൽ കൂടുതൽ വേറെ തെളിവും വേണ്ട. കേസ് സ്റ്റഡിയിൽ പറയുന്നതും ഇതേ കാര്യമാണ്. ഇതാണ് കേസ് സ്റ്റഡിയുടെ ക്രക്സ്. പോഷ് ആക്ട് എന്തുകൊണ്ട് ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, അതാണ് ഇതിന്റെ ക്രക്സ്. അത് മതി, ഇത് വായിച്ച രേഖക്ക് മനസ്സിലാവും നിങ്ങൾ കേസ് സ്റ്റഡി എന്താ മനസ്സിലായെന്ന്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എന്താണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്? എത്തിക്കൽ ഡയലമ. എത്തിക്കൽ ഡയലമ ഫേസ് ബൈ കരൺ. എന്തൊക്കെ എത്തിക്കൽ ഡയലമയാണ്? ഫസ്റ്റ് എത്തിക്കൽ ഡയലമ, പേഴ്സണൽ ഗെയിൻ വേഴ്സസ് പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി. പേഴ്സണൽ ഗെയിൻ, കരൺ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് പ്രൊമോഷൻ, ഇൻസെന്റീവ്, ഇതെല്ലാം എന്ത് ചെയ്യും? പേഴ്സണൽ ഗെയിൻ ആണ്. ഇറ്റ്സ് എ ലെജിറ്റിമേറ്റ് ഗെയിൻ. ഓക്കെ, അൺഎത്തിക്കൽ പ്രാക്ടീസ് അല്ല ഇത്. പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി, ഒരു ഇൻക്ലൂസീവ് വർക്ക് കൾച്ചർ എൻവയോൺമെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഏതൊരാളുടെയും ഉത്തരവാദിത്വമാണ്. ഒരേ സ്ഥലത്ത് ഒരേപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, ഇവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ആവുന്നത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. സോ പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി അക്രോസ് ദ ടൈം ആൻഡ് സ്പേസ്, നിങ്ങൾ കീപ്പ് ചെയ്യുന്ന വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യാനുള്ള കറേജ് നിങ്ങൾക്ക് വേണം. സോ പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി വേഴ്സസ് പേഴ്സണൽ ഗെയിൻ, ഇതൊരു ഡയലമയാണ്. ആസ് കമ്പനി മൈറ്റ് ഗീവ് പ്രൊമോഷൻ in expansion, but reporting will jeopardize it. I hope it is clear. Next, risking the friendship in case of job loss versus reporting the right violation of the friends. Again, I'm link risking the friendship in case of job loss. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, അത് ലെജിറ്റിമേറ്റ് ആക്ഷൻ ആയിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ ആളുടെ ജോബ് പോയി, ഫാമിലി സപ്പോർട്ടിന്
ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയാലോ? വേഴ്സസ് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് റൈറ്റ്സ് വയലേഷൻ ഓഫ് ദി ഫ്രണ്ടിന്റെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടിയോ? ഇതൊരു എത്തിക്കൽ ഡയലേമയാണ്. നെക്സ്റ്റ്, സേവിങ് മറിയംസ് കരിയർ പ്രോസ്പെക്ട് വേഴ്സസ് എൻഷുറിംഗ് എത്തിക്കൽ വർക്ക് കൾച്ചർ എൻവയോൺമെന്റ്. അതിനകത്ത് ഓർഗനൈസേഷന്റെ പ്രിസ്ക്രിപ്റ്റീവ് കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അവിടെയുള്ള വർക്ക് കൾച്ചർ ഫോളോ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ വർക്ക് കൾച്ചർ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണോ, അതോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറിയത്തിന്റെ കരിയർ പ്രോസ്പെക്റ്റീവ് ഡാമേജ് ആവും? ഇതൊരു വർക്ക് കൾച്ചർ എത്തിക്കൽ ഡയലമയാണ്. നെക്സ്റ്റ്, ലോയാലിറ്റി ടുവേർഡ്സ് എത്തിക്സ്. ഐദർ യു ഹാവ് ടു ഷോ ലോയാലിറ്റി ടുവേർഡ്സ് എത്തിക്സ്, അല്ലെങ്കിൽ ലോയാലിറ്റി ടുവേർഡ്സ് കമ്പനി. സ്വന്തം കമ്പനിക്കെതിരെ നിൽക്കണോ, അതോ എൻ്റെ പേഴ്സണൽ മൊറാലിറ്റിയോട് കൂടി നിൽക്കണോ? ഇപ്പൊ ഈ കമ്പനിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്, സോ സ്വാഭാവികമായിട്ട് എൻ്റെ ലോയൽറ്റി കമ്പനിയിലേക്ക് വേണം. എൻ്റെ എത്തിക്സ്, എൻ്റെ മൊറാലിറ്റി അപ്ഹോൾഡ് ചെയ്യണോ, അത് എനിക്ക് എന്നോടുള്ള ബാധ്യതയാണ്. ഇതും ഒരു എത്തിക്കൽ ഡയലമയാണ്. അറൗണ്ട് ഒരു 4 എത്തിക്കൽ ഡയലമകൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? സോ നെക്സ്റ്റ്, ഓപ്ഷൻസ് അവൈലബിൾ ടു കരൺ. രണ്ടാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻസ് അവൈലബിൾ. ഓപ്ഷൻസ് അവൈലബിൾ, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ഉള്ളത്? മാക്സിമം 3 ഓപ്ഷൻസ് നമുക്ക് പറയാം. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ബെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിരിക്കണം. ബാക്കി 2 എക്സ്ട്രീമോ ആയിരിക്കും. കാരണം ഒരു തരത്തിലും എടുക്കാൻ ചാൻസ് ഉള്ളതും എന്നാൽ എടുക്കാൻ സാഹചര്യം അനുവദിക്കാത്തതും. ഫസ്റ്റ് എന്താണ്? ഇഗ്നോർ ദ സിറ്റുവേഷൻ ആൻഡ് ജസ്റ്റ് ഓഫർ ദ കണ്ടോളൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്യാണ്, എന്നിട്ട് നമ്മൾ സമാധാനിപ്പിക്കുകയാണ് ഏത് മറിയത്തിനെ. ഇതിനകത്ത് എന്ത് സംഭവിക്കാം? പ്രോസ്, നോ ഹാം ടു ജോബ് പ്രോസ്പെക്ട് ഓഫ് ഹിം ആൻഡ് മറിയത്തിനും കരണിനും ജോബിലൊരു കുഴപ്പമില്ല. കമ്പനി എക്സ്പാൻഷൻ മൈറ്റ് റിസൾട്ട് ഇൻ പ്രൊമോഷൻ. കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊമോഷനിലൂടെ അവർക്ക് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. ഇതിന്റെ കോൺസ് എന്താണ്? എന്തൊക്കെ ദോഷവശങ്ങളാണ് അവർക്കുള്ളത്? കണ്ടിന്യൂഡ് ഹാരാസ്മെന്റ് ഓഫ് മറിയം പിന്നെയും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. മെന്റൽ ഹെൽത്ത് ഓഫ് മറിയം അഫക്റ്റ് ആൻഡ് ഡിറ്റോറിയേറ്റഡ്. ഓൾറെഡി മറിയം ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള വർക്ക് എൻവയറമെന്റിലാണ് നിൽക്കുന്നത്, സ്ട്രെസ്ഡ് ആണ്. അത് പിന്നെ എന്ത് ചെയ്യും? ഡിറ്റോറിയേറ്റ് ആവും. അഗൈൻസ്റ്റ് ദ എത്തിക്കൽ വർക്ക് കൾച്ചർ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് എത്തിക്കൽ വർക്ക് കൾച്ചറിനെതിരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല, പകരം ജസ്റ്റ് കണ്ടോളൻസ് ടു മറിയം. നെക്സ്റ്റ്, ഓപ്ഷൻ നമ്പർ 2 എന്ത്? ഫയൽ കംപ്ലൈന്റ് അണ്ടർ പോഷ് ആക്ട് ഓൺ മറിയംസ് ബിഹാഫ്. നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലൈന്റ് ചെയ്യാണ്. ആർക്കെതിരെ? ബിഹാഫ് ഓഫ് മറിയത്തിന് ബിഹാഫ് ആയിട്ട്. ഇതിന്റെ പ്രോസ് എന്തായിരിക്കും? ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. ഏത് ഓപ്ഷൻ എടുക്കുമെന്ന് ലാസ്റ്റ് ആണ് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ നമ്മൾ ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, just ignore the situation and just offer condolence. Second option, file complaint under പോഷ് ആക്ട് on മറിയംസ് ബിഹാഫ്. മറിയത്തിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അതിന്റെ പ്രോസ് എന്താണ്? എൻക്വയറി അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് മറിയം. എൻക്വയറി കമ്മീഷൻ രൂപീകരിക്കും മറിയത്തിന്റെ സെക്ഷൽ ഹരാസ്മെന്റിനെതിരെ. അത് പരിഹരിക്കാം. പണിഷ്മെന്റ് ടു ഒഫൻഡർ. ഡെഫിനറ്റ്ലി ഒഫൻഡേഴ്സിന് അല്ലെ കൾപ്രിറ്റിന് പണിഷ്മെന്റ് കിട്ടും. ഫ്യൂച്ചർ പ്രസിഡൻസ് ഫോർ അതർ എംപ്ലോയീസ് ടു സ്റ്റാൻഡ് അപ്പ് അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ്. ഇതൊരു എന്ത് ചെയ്യും? ലൈഫ് ലെസൺ ആവും ഫ്യൂച്ചർ എംപ്ലോയീസിന്. എങ്ങനെ സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്നൊരു പാഠം നമുക്ക് നൽകാൻ പറ്റും. അതിലൂടെ കറേജ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് കോൺസ്? റെപ്യൂട്ടേഷൻ ഓഫ് കമ്പനി മൈറ്റ് ഡാമേജ്, മൈറ്റ് ലോസ് മറിയംസ് ജോബ്, പ്രൊമോഷൻ ഇൻ ജിയോ പാരഡൈസ്. അതായത് നമ്മളൊരു റൈറ്റ് ആക്ഷൻ എടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ് മൈറ്റ് ബി ജിയോ പാരഡൈസ്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിവിടെ 3 ഓപ്ഷൻ അല്ല, പകരം 2 ഓപ്ഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, അതിനകത്ത് 3 ഓപ്ഷൻ എടുക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം 3 ഓപ്ഷൻ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ കാര്യങ്ങളില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും, അതല്ലെങ്കിൽ നിങ്ങൾ കണ്ണടയ്ക്കും. ഇതല്ലാത്തൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച കേസ് സ്റ്റഡീസിന് 3 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന് ആ സിറ്റുവേഷൻ ഓറിയന്റഡ് ആയിട്ട് 3 ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, 2 ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്യും, എന്നിട്ട് കണ്ടോളൻസ് നമ്മൾ ഫ്രണ്ട്ഷിപ്പിലൂടെ എന്ത് ചെയ്യും? ഹാൻഡിൽ ചെയ്യും. റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യും? യു ആർ അപ്ഹോൾഡിങ് യുവർ ഇന്റഗ്രിറ്റി. നിങ്ങൾ ട്രൂത്ത് ആണ്. ഇഫ് യു ആർ ബിലീവിങ് ഇൻ ട്രൂത്ത്, യു ആർ അപ്ഹോൾഡിങ് ദി ട്രൂത്ത് ആൻഡ് യു ആർ റേസ് ദ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് ദി പെർട്ടിക്കുലർ സിറ്റുവേഷൻ. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കോൺസിക്വൻസ്, ഇതിൽ നിന്ന് സംഭവിക്കാൻ പോകുന്ന കോൺസിക്വൻസ്
ഫേസ് ചെയ്യാനുള്ള കറേജ് നമുക്ക് വേണം. ഓക്കെ, അതല്ലാതെ ഒരു നഷ്ടവും ഇല്ലാതെ നമുക്ക് എത്തിക്സ് അപ്ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. Am I clear? സോ കോൺസ് നമ്മൾ എഴുതി, ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് ഏത് ഓപ്ഷൻ എടുക്കുന്നു, ഈ രണ്ട് ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ എടുക്കും നമ്മൾ പറയണം. സോ ഐ ഷോ ഹിയർ എങ്ങനെയാണ് ഞാൻ കൺവിൻസ് ചെയ്തത്. കരൺ ഷുഡ് ഓപ്ഷൻ 2, ഏത് ഫയൽ ചെയ്യണം. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് സ്റ്റാൻഡ് ലൈൻ വിത്ത് കാണ്ട് കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ് തിയറി. നമ്മൾ തിയറി പഠിച്ചപ്പോൾ കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ് തിയറി പഠിച്ചാണ്. തിയറി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ജസ്റ്റ് അപ്ഹോൾഡിംഗ് ദ കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ് തിയറി. ആ തിയറി മൊത്തം പറയുകയും വേണ്ട. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഫയൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് മറിയത്തിന് ബിഹാഫായി നിൽക്കുന്നു, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാണ്. ഓൺ ബിഹാഫ് ഓഫ് മറിയം ഞാൻ കംപ്ലൈന്റ് നൽകും, കാരണം ഇറ്റ് വിൽ എൻഷുർ കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ് തിയറി. സെക്ഷൽ ഹരാസ്മെന്റ് വയലേറ്റ് യൂണിവേഴ്സൽ പ്രിൻസിപ്പാലിറ്റി. കാരണം കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ് തിയറിന്റെ ഒരു മാനദണ്ഡമാണ് യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ, ഇക്വാലിറ്റി, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, ഇതൊക്കെ ഒരു യൂണിവേഴ്സാലിറ്റി തിയറിയാണ്, യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇൻക്ലൂസീവ്നെസ് അല്ലെ ഇക്വാലിറ്റി, എല്ലാവർക്കും സമമായ നിയമം, സമത്വം. സോ ഇതൊരു യൂണിവേഴ്സാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, അത് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ് തിയറി പ്രകാരം അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. സോ ഐ ആം അപ്ഹോൾഡിംഗ് ദ കാറ്റഗോറിക്കൽ ഇംപെരേറ്റീവ് തിയറി ബിക്കോസ് sexual harassment violate the universality principle. Moreover, Karan not reporting will be equally complicit in law violation. Karan report ചെയ്യാതിരിക്കുന്നതും ഒരു തരത്തിൽ കുറ്റകരം തന്നെയാണ്. ഒരു കൃത്യം നടന്നു, അത് അറിഞ്ഞു, സ്വാഭാവികമായിട്ടും ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം. നിങ്ങളുടെ എത്തിക്സ് അപ്ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ആ അനീതിയോട് അല്ലെങ്കിൽ ആ നടക്കുന്ന ഇൻജസ്റ്റിസിനോട് നിങ്ങളും പങ്കാളിത്തം വഹിക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് ഞാൻ നിർത്തി. ഞാൻ എൻ്റെ ഏത് ഓപ്ഷൻ എടുക്കും എന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് എടുക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് എടുക്കും ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രിൻസിപ്പൾസ് ഞാൻ നിർത്തി, ഫിലോസഫി നിർത്തി. ഇത് കൂടാതെ കരൺ അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് മതി. ഓക്കെ, അവർ ചോദിച്ചു, ആ ചോദിച്ച ആ ഗ്രാവിറ്റി നമ്മൾ ഉത്തരവും പറഞ്ഞു. വേറെ കുറേ കാര്യങ്ങൾ പറയണ്ട. പിന്നെ അത് എഴുതിയേക്ക് നോക്കി അറിയാം, വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത്രയും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങളായിട്ട് എഴുതി കോംപ്ലക്സ് ആക്കണ്ട. ഓക്കെ, കേസ് സ്റ്റഡി കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. അത് നിങ്ങൾ അതിലും വലിയ എന്താ പറയാ, വളച്ചൊടിച്ച് തിരിച്ച് അങ്ങോട്ട് കൊടുക്കരുത്. അതെന്ത് ചെയ്യാം, വളരെ വൃത്തിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് എഴുതുക. നമ്മൾ പഠിച്ച തിയറീസും നമ്മൾ പഠിച്ച ഫിലോസഫീസും വെച്ച് ജസ്റ്റിഫൈ ചെയ്യുക, അത് അതേപോലെ പ്രസന്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണ് ചോദിച്ചവര്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻ ഇൻ പ്രിവെന്റിംഗ് സെക്ഷൽ ഹരാസ്മെന്റ്. ഫസ്റ്റ് എന്താണ്, അക്കോർഡിംഗ് ടു പോഷ് ആക്ട് പ്രകാരം എന്തൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ICC ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഷുഡ് ബി ഫോർമുലേറ്റഡ് ഫോർ മോർ ദാൻ 10 എംപ്ലോയീസ് ഇഫ് ദ വർക്കിംഗ് there. Head of internal complaint committee should be senior female member. Effective display പോഷ് ആക്ട് പ്രൊവിഷൻ ഇൻ വർക്ക് പ്ലേസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. കാരണം അത് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ്, അത് എൻഷുർ ചെയ്തേ പറ്റുള്ളൂ. ഇത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അഷുറൻസ് ഓഫ് കോമ്പൻസേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ കേസ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ്. ഓക്കെ, ആരാണോ ഇര അവർക്ക് എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ കമ്പനി ഭാഗത്തുനിന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഏത് അക്യൂസ്ഡ്, അതായത് കൾപ്രിറ്റിന് ചുമത്തി കൊടുക്കുക. അതായത് ഒരു സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് അങ്ങനെ ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിലുള്ള ശിക്ഷയോ അതിന് വേണ്ട രീതിയിലുള്ള ഡാമേജും പ്രൊഫൈലിൽ സംഭവിക്കുമെന്ന് എൻഷുർ ചെയ്യാം. റെഗുലർ ട്രെയിനിങ് ഇൻ സച്ച് ആസ് എത്തിക്കൽ പ്രാക്ടീസ്, റെഗുലർ ആയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാം. എൻകറേജ് റിപ്പോർട്ടിംഗ് ടെൻഡൻസി ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് എമംഗ് ദി ഫീമെയിൽ ആൻഡ് അതർ എംപ്ലോയീസ്. എങ്ങനെ പ്രോപ്പറായിട്ട് റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫീമെയിൽ വർക്ക് എംപ്ലോയീസിന്റെ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി എൻഷുർ ചെയ്യാം. These measures will help boosting female workforce participation and ensure women are respected and at workplace. നിങ്ങൾക്ക് നോക്കിയറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ GS പഠിച്ച പോയിന്റും ഉണ്ട്, അത് എത്തിക്കൽ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നും പുതിയതല്ല. നമ്മൾ സാധാരണ പത്രങ്ങൾ വായിക്കുന്നു, എഡിറ്റോറിയൽ വായിക്കുന്നു, മാഗസിനിൽ വായിക്കുന്ന എല്ലാ പോയിന്റ്സും കൂട്ടിക്കലത്തിട്ട് നമ്മൾ കേസ് സ്റ്റഡീസ് എഴുതിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേസ് സ്റ്റഡി ആയിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല. കേസ് സ്റ്റഡി നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതേ നിങ്ങൾക്ക് ചെയ്യാനും പറ്റുള്ളൂ.
ചെയ്യുമ്പം അൾട്ടിമേറ്റ് എയിം എന്താണ്? വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എക്സാമിനറെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്താൽ മാത്രം പോരാ, എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് പറയണം. എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ വളരെ അക്കാദമിക്കലായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള തിയറീസും ഫിലോസഫീസും പ്രിൻസിപ്പിൾസും വെച്ച് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് പറ്റിയാൽ യു ക്യാൻ ഈസിലി ഫെച്ച് ദി മാർക്ക്. സോ അടുത്തൊരു കേസ് സ്റ്റഡി വരുന്നവരെ താങ്ക് യു. Gallant IAS, chasing your passion to ace.